ബീഹാറിൽ എത്ര കോൺഗ്രസ് ഉണ്ടായിരുന്നു? 6 MLA-മാര് ഉണ്ടായിരുന്ന 6 MLA-മാരും ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു, NDA ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു. AICC ഇടപെട്ടിട്ടും MLA-മാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. നോബൽ മാരിക്കാരനും ഫിയാസിനും കൂടി ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, നിതീഷ് കുമാറുമായിട്ട് അടുത്തിരിക്കുകയാണ്. ആകെ BJP-യിൽ ഉണ്ടായിരുന്ന 6 കോൺഗ്രസ് MLA-മാർ, 6 MLA-മാരും BJP ക്യാമ്പിൽ പോകുന്നത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായിട്ട് മാറും. കേരളത്തിലടക്കം വലിയ തിരിച്ചടിയായിട്ട് മാറും. ഒരു പാർലമെന്ററി കമ്മിറ്റി മൊത്തം അങ്ങ് പോവുകയാണ്. നിയമസഭയിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി കമ്മിറ്റി ഒന്നാകെ BJP-യിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതേവരെ ഇത് കേട്ടിട്ടില്ല. നമ്മൾ അസാമിലൊക്കെ പ്രേമഖണ്ഡു എങ്ങനെയാണ് പോയത് എന്ന് നമ്മൾ കണ്ടു, എങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പോയതെന്ന് കണ്ടു. ഇപ്പോൾ BJP-യിലേക്ക് 6 MLA-മാരും പോകുന്നു. ആകെ 6 MLA-മാരെ കോൺഗ്രസിനുള്ളൂ. ഇനിയിപ്പോ ബീഹാർ നിയമസഭാ അസംബ്ലിയിൽ കോൺഗ്രസ് MLA-മാരില്ല അല്ലേ? അങ്ങനെ മാറിയാൽ അരുൺ, വലിയ തിരിച്ചടിയാണ് എന്തായാലും കോൺഗ്രസിന് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61 സീറ്റ് മത്സരിച്ച പാർട്ടിക്ക് വെറും 6 MLA-മാരെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ 6 MLA-മാരും NDA ക്യാമ്പിലേക്ക്, അതായത് നിതീഷ് കുമാറിനൊപ്പം പോകുന്നു എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. 6 പേരും നിതീഷ് കുമാറുമായി ഇതിനോട് ചർച്ച നടത്തി അല്പം JDU-യിലേക്കാണ് അവർ ലയിക്കാൻ പോകുന്നത് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. 6 കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MLA-മാരും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളുമാണ്. ഈ 6 പേർ പോകുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് MLA-മാരും പോകുന്നു എന്ന പ്രത്യേകതയുണ്ട്.